ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് 21 മുതലുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 21ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയേ. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലതുപോലെ വർക്കൗട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് 21 മുതൽ 30 വരെയുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ഏരിയാസ് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ചോ നിങ്ങൾ? അതൊക്കെ നല്ലതുപോലെ പഠിക്കുക. ഇനി വരുന്ന എക്സാമിനും ആ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ ഏരിയ ഒക്കെ പഠിക്കുക. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് ഏതൊക്കെ ഏരിയ എന്നാണ് കൂടുതലും ചോദിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അപ്പോൾ ഈ 21 മുതൽ ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ട്രൂ ഓർ ഫാൾസ് എഴുതാനാണ് കൂടുതലും. അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ 21 തന്നെ ട്രൂ ഓർ ഫാൾസിന് 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണും. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ഈ 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ സ്കൂൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണോ? ഇപ്പം നമ്മൾ ഓൾറെഡി എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസിന് നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് പറയാം. അപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെയാണ്. ദെൻ ബോണസ് ഗിവൻ ടു എംപ്ലോയീസ് ഈസ് എ പാർട്ട് ഓഫ് എന്താണ്? കോമ്പൻസേഷൻ ടു എംപ്ലോയീസ് ആണ്. ഓക്കെ, ഇതൊക്കെ ആ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ നല്ലതോണം റിവൈസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യം തൊട്ടേ പഠിക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് ഫോക്കസ് ചെയ്യുക, അത് നല്ലതുപോലെ റിവൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അതിൽ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫാൾസ്. അതും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാനാണ്. അത് നോക്ക്, പോപ്പുലേഷൻ ഈസ് എ സ്റ്റോക്ക് വേരിയബിൾ. സ്റ്റോക്ക് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ പോപ്പുലേഷൻ ഏതാണെന്ന് നമുക്കറിയാം. പോപ്പുലേഷൻ ഈസ് എ ഫ്ലോ വേരിയബിൾ എന്നാണ് പറഞ്ഞത്. പോപ്പുലേഷൻ ഏതാണ്? സ്റ്റോക്ക് ആണ്. ഓക്കെ, സ്റ്റോക്കും ഫ്ലോയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എടുക്കുന്നതാണ്. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇത്ര കോടി ഉണ്ട് എന്ന് പറയാം. അപ്പം പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ദെൻ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ റീസെയിൽ ആർ ഫൈനൽ ഗുഡ്സ്. നമ്മൾ ഇത് 1 വേർഡിൽ പഠിച്ചായിരുന്നു, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് ഇതും എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, രണ്ടും ഫോൾസ് ആണ്. ദെൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇക്വേഷൻ ഇൻറ്റു ട്രൂ ഓർ ഫാൾസ്. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് നോക്കാനാണ്. ഇതിൽ രണ്ടും എന്താണ്? ഫാൾസ് ആണ്. കാരണം നമ്മൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ APC എന്ന് പറയുന്നത് എന്തുവാണ്? 1 - APS ആണ്. കാരണം കൺസംഷനും സേവിങ്സും കൂടെ കൂട്ടുമ്പോഴാണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിയും എസും ഇങ്ങനെ മാറി മാറി വരത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ΔC/ΔY എന്ന ആ ഇക്വേഷൻ MBSന്റെ MBCയുടെ ഒക്കെ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ തന്നായിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കാണുക. ഓക്കെ, അതേപോലെ ഈ ഒരു ഇക്വേഷനും ഇവിടെ 1 - MBC എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം ഒരു പേപ്പറിൽ പുതിയതായിട്ട് എഴുതുന്ന ഇക്വേഷൻസ് മാത്രം ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. അതും ട്രൂ ഓർ ഫാൾസ് എഴുതാനാണ്. നോ മാർക്കറ്റ് ക്യാൻ ഹാവ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. അടുത്തത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് പോസിബിൾ അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. നമുക്കറിയാം മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ അല്ല. ദെൻ നോ മാർക്കറ്റ് ക്യാൻ ഹാവ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. 1ഉം 2ഉം ഫോൾസ് ആണ്. ഇതിൽ 1ഉം 2ഉം എന്താണ്? ഫോൾസ് ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫാൾസ്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. നോക്കിയേ, നോ മാർക്കറ്റ് ഹാവ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ പഠിച്ച മാർക്കറ്റ് കണ്ടീഷൻ ഏതായിരുന്നു? നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിച്ചില്ലേ? അപ്പോൾ അതിലെന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് ആക്സിസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോ മാർക്കറ്റ് ക്യാൻ ഹാവ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് പോസിബിൾ അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നതും തെറ്റാണ്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കാനുള്ള ഏതാണ്? എല്ലാ മാർക്കറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് സിറ്റുവേഷനും പഠിച്ചു വയ്ക്കുക. മോണോപോളിസ്റ്റിക്, മോണോപോളി, ഒളിഗോപോളി, അതേപോലെ നിങ്ങൾക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പം ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നല്ലതുപോലെ പഠിച്ചു വയ്ക്കുക. അതിൽ തന്നെ നോക്കിയ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 23 ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അതിൽ തന്നെ എന്തൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇക്വിലിബ്രിയം പ്രൈസ് ഇസ് ദ പ്രൈസ് അറ്റ് വിച്ച് പ്രോഫിറ്റ് ആർ മാക്സിമം. അത് നമുക്കറിയാതെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് ഇസ് ദ പ്രൈസ് അറ്റ് വിച്ച് പ്രോഫിറ്റ്സ് ആർ മാക്സിമം. ഇത് നമ്മൾ ചാപ്റ്ററിലാണ് പഠിക്കുക. ചാപ്റ്ററിലാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. അപ്പൊ ഇക്വിലിബ്രിയം പ്രൈസ് ഇസ് ദ പ്രൈസ് അറ്റ് വിച്ച് പ്രോഫിറ്റ് ആർ മാക്സിമം. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ആവുന്ന ലെവൽ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയാം. രണ്ടാമത്തെ നോക്കിയേ, ഇക്വിലിബ്രിയം പ്രൈസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ആണോ ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഡിമാൻഡും സപ്ലൈയും ഫോഴ്സുകളാണ് ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് അറിയാലോ. ജസ്റ്റ് ഞാൻ ഒന്ന് ഗ്രാഫ് വരച്ചു തരാം. ഇപ്പൊ ഇത് ഏത് കർവാണ്? ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പുള്ള ഏത് കർവാണ്? ഡിമാൻഡ് കർവാണ്. ഇത് ഡിമാൻഡ് കർവ്. ഇതെന്ന് പറയുന്നത് ഏത് കർവാണ്? സപ്ലൈ കർവ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? പ്രൈസ് ക്വാണ്ടിറ്റി.
പ്രൈസും ക്വാണ്ടിറ്റിയും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പോയിന്റാണ്. അപ്പോൾ ഡിമാൻഡും സപ്ലൈ ഫോഴ്സസ് ആണ്, മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈ ഫോഴ്സസ് ആണ് പ്രൈസും ക്വാണ്ടിറ്റിയും ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഗവൺമെന്റ് അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഫോൾസ് ആണ്. ദെൻ അടുത്ത നോക്ക്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. കറക്റ്റ് വേർഡ് ഫില്ല് ചെയ്യാനാണ്. നോക്കിയേ, ഇഫ് the dispersion is expressed in terms of original unit of series, it is called absolute എന്നാണോ റിലേറ്റീവ് എന്നാണോ പറയുന്നത്? ഏതാണ്? അബ്സല്യൂട്ട് തന്നെയാണ്. ഓക്കെ, അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ. ഓക്കെ, അപ്പൊ കാലത്ത് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ. അപ്പൊ നിങ്ങൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ ആ ഒരു ചാപ്റ്ററും അതേപോലെ ആവറേജ് മീൻ മീഡിയം മോഡ് കണ്ടുപിടിക്കുന്ന സെൻട്രൽ ടെൻഡൻസി എന്ന ചാപ്റ്റർ നല്ലതുപോലെ പഠിച്ചു വയ്ക്കുക. ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന അല്ലെങ്കിൽ ആ ഇക്വേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലതുപോലെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ മീൻ ഡീവിയേഷൻ ഇഗ്നോസ് പ്ലസ് ഓർ മൈനസ് സൈൻ സോ ഇറ്റ് ഈസ് ഡാഷ്. ആ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ മീൻ ഡീവിയേഷൻ ഇഗ്നോസ് പ്ലസ് ഓർ മൈനസ് സൈൻ സോ ഇറ്റ് ഈസ് ദാറ്റ്. ഈ ഒരു ലോജിക്കലാണോ ഇല്ലോജിക്കലാണോ എന്ന് നിങ്ങൾ പറയാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ഈ മീൻ ഡീവിയേഷൻ ഇഗ്നോസ് പ്ലസ് ഓർ മൈനസ് സൈൻ ഇഗ്നോർ ചെയ്യുമ്പോഴത്തേക്ക് ലോജിക്കലാണോ അല്ലെങ്കിൽ ഇല്ലോജിക്കലാണോ എന്ന് നിങ്ങൾ പറയുക. ഓക്കെ, ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറയാമായിരുന്നു, അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത് നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ്, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. കോറിലേഷൻ ഇൻഡിക്കേറ്റ്സ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അപ്പം നമുക്കറിയാം കോറിലേഷൻ എന്ന് പറയുമ്പോൾ 2 വേരിയബിൾസിന്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. ദെൻ ദ കോറിലേഷൻ ബിറ്റ്വീൻ അപ്പം നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, നോ കോറിലേഷൻ, അങ്ങനെ കോറിലേഷൻ്റെ ഒരു ടൈപ്പ് ഉണ്ടല്ലോ. ആ ടൈപ്പ് നിങ്ങൾ നല്ലതുപോലെ നോക്കി വയ്ക്കുക. കോറിലേഷൻ എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിൽ അടയാളപ്പെടുത്തുന്നത്, ആ കുറേ ഡോട്ട് ഇട്ടിട്ട് നമ്മൾ കോറിലേഷൻ ഡിനോട്ട് ചെയ്യത്തില്ലേ, അപ്പം ആ ഒരു രീതിയും പഠിച്ചു വയ്ക്കുക. Then the correlation between a company's expenditure on health of its employees and work related accident is positive. അപ്പം വർക്ക് റിലേറ്റഡ് വരുന്ന എംപ്ലോയീസിന് വരുന്ന ആക്സിഡന്റും അവരുടെ ഹെൽത്തിന്റെ എക്സ്പെൻഡിച്ചർ എന്ത് റിലേഷനാണ്? പോസിറ്റീവ് റിലേഷൻ. കാരണം അവർക്ക് ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആക്സിഡൻസ് വരുമ്പോൾ ആ ഒരു കമ്പനിയുടെ എക്സ്പെൻഡിച്ചറും എന്താവും? കൂടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്തായിട്ട് പറയാം? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലതുപോലെ റിവൈൻഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം ഇതെല്ലാം ട്രൂ ഓർ ഫാൾസ് എഴുതാൻ വേണ്ടിയാണ്. ഓരോ സ്റ്റേറ്റ്മെന്റ് തരും, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ? വെൻ ആവറേജ് കോസ്റ്റ് ഈസ് ഫോളിങ് എം സി ലെസ് ദാൻ എ സി. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ആവറേജ് കോസ്റ്റ് ഈസ് മിനിമം എ സി ഈക്വൽ ടു എം സി എന്ന് പറഞ്ഞാൽ 26ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യനും എന്താണ്? ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ എ സി എന്താണ്, എം സി എന്താണ്, അപ്പൊ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. വെൻ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും എ സി എങ്കാട്ട് കുറവായിരിക്കും എന്തെന്ന് പറയുന്നത്? എം സി കർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എം സി എന്ന് പറയുന്നത്. വെൻ ആവറേജ് കോസ്റ്റ് മിനിമം ആകുമ്പോഴത്തേക്കും എ സി എം സി ഈക്വൽ ആവും. ഓക്കെ, ദെൻ അതിൽ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ വെൻ എം സി ഈസ് റൈസിങ് എ സി ഈസ് ആൾസോ റൈസിങ്. അപ്പൊ എം സി റൈസ് ചെയ്യുമ്പോൾ എ സിയും എന്ത് ചെയ്യുക? റൈസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് നമുക്ക് എന്താണ്? ശരിയായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. Then AVC will never be equal to AC. AVC ACക്ക് ഈക്വൽ ആവില്ല എന്നാണ് പറയുന്നത്. അതും ശരിയാണ്. കാരണം AC എന്ന് വെച്ചാൽ എന്താണ്? AVC പ്ലസ് AFC ആണ്. അതെന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റും വരും, ആവറേജ് ഫിക്സഡ് കോസ്റ്റും വരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും AVC AC എന്താവത്തില്ല? ഈക്വൽ ആവത്തില്ല. പക്ഷേ AFC ഇപ്പൊ AVC ഇല്ല എങ്കിൽ ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ AFC AC എന്താവും? ഈക്വൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെക്കുക. കാരണം AVC ഇല്ലെങ്കിൽ പോലും എന്ത് കാണും? AC കാണും. കാരണം എന്തുകൊണ്ടാണ്? ഫിക്സഡ് കോസ്റ്റ് അവിടെ എപ്പോഴും ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയത് കൊണ്ട് തന്നെ AVC ഇല്ലെങ്കിൽ പോലും അവിടെ എന്ത് കാണും? AC കാണും എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ആ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇതിനകത്ത് നോക്ക്, റൈറ്റ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ സെയിം കാര്യം തന്നെ നമ്മൾ എന്താണ് 1 വേർഡിൽ പഠിച്ചു. പ്രൈസ് ഇലാസ്റ്റിസിറ്റി കുറെ ആൻസർ തന്നിട്ട് അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഏതെന്ന് കണ്ടുപിടിക്കാൻ 1 വേർഡിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിൽ എന്താണ് ചോദിച്ചേക്കുന്നത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഫോർമുല എഴുതാനാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഫോർമുല പറഞ്ഞേ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ,